പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മണിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കൃഷും അതുപോലെ തന്നെ ബലരാമനും. ബലരാമൻ ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ സത്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ചെയ്യുന്നത് മറ്റാരും അറിയാതെ വേണം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ ബലരാമൻ നമുക്ക് വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബലരാമന്റെ അമ്മ. അതുകൊണ്ട് തന്നെ സുമിത്ര പുതിയ നീക്കങ്ങൾ ആരംഭിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. ഇതിനിടയിൽ ക്ലിയുടെ അടുത്തേക്ക് ബലരാമൻ എത്തുകയായി. ബലരാമനെ കണ്ടതിനെ തുടർന്ന് ക്ലി ഓടിയൊളിക്കാൻ ശ്രമിക്കുകയാണ്. ഇതോടെ ബലരാമൻ ഓടിച്ചിട്ട് പിടിച്ച് ക്ലിയെ തൻ്റെ കാറിൽ അടച്ചിടുകയും ഒടുവിൽ സത്യങ്ങൾ പറഞ്ഞാൽ ക്ലി, നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. നിനക്ക് ബലരാമനെ അറിയാമല്ലോ. കൺമണി ഇപ്പോൾ എവിടെയാണ്? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് എനിക്ക് വേണ്ടത്. നിനക്ക് അതിന് എന്നെ സഹായിക്കാൻ സാധിക്കും എന്ന് എനിക്കറിയാം. കൺമണി എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം നിനക്ക് കൃത്യമായി അറിയാം എന്നുള്ള കാര്യവും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ക്ലീ, സത്യങ്ങൾ നീ തുറന്നു പറയുന്നതാണ് നല്ലത്. എന്നെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിന്നോട് മാന്യമായി പെരുമാറുന്നത്. വെറുതെ എൻ്റെ സമനില നീ തെറ്റിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതോടെ ക്ലിയാകെ ഞെട്ടിപ്പോവുകയും, കൺമണിയുടെ തിരോധാനത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല സാർ. എന്നെ ദയവായി വിശ്വസിക്കണം. എനിക്ക് ഈ കാര്യത്തിൽ യാതൊന്നും അറിയില്ല. സുമിത്ര മാഡം എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് അറിയാവുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. സാറിന് ഈ കാര്യത്തിൽ എന്നെ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞത് കള്ളമാണ് എങ്കിൽ സാറിന് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്യാം. സാർ, ഞാൻ പറയുന്നത് സത്യമാണ്. എന്നെ സാർ വിശ്വസിക്കണം. ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോകുന്ന ബലരാമൻ സുമിത്രയുടെ നീക്കങ്ങൾ എങ്ങോട്ടാണ് എന്ന് ആലോചിക്കുകയാണ്. ഇതേസമയം കൃഷ് ആകട്ടെ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. കൊതിച്ചെത്തിയിരിക്കുകയാണ് ധനലക്ഷ്മിയെ കാണാൻ. ധനലക്ഷ്മിയോട്, കൺമണിയുടെ തിരോധാനത്തിന് കാരണം നിങ്ങളാണ്. നിങ്ങൾ ചെയ്ത ചതികൾ. ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റിയെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന ധനലക്ഷ്മി, കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കണം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ അവളുടെ വിവാഹം വരുണുമായി നടക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെയൊരു ചതി ചെയ്തത് എന്നതാണ് സത്യം. പക്ഷേ ഇങ്ങനെയൊക്കെ അത് ആയിത്തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്നോട് ക്ഷമിക്കണം. ഇതോടെ ഞാൻ എന്തായാലും അവളുടെ തിരോധാനത്തിന് പിന്നിൽ കളിക്കുന്നത് ആരാണ് എന്ന് കണ്ടെത്തട്ടെ. ആ വരുണിന് ഈ കാര്യത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിയുകയാണ് എങ്കിൽ അവനെയും ഞാൻ വെറുതെ വിടുകയില്ല. അവൻ നിങ്ങളുടെ പേര് പറഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു തവണ കൂടി കാണേണ്ടതായി വരും. ഇതോടെ ആകെ പകച്ചുപോയിരിക്കുകയാണ് ധനലക്ഷ്മി. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് ധനലക്ഷ്മി സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യമാണ് ധനലക്ഷ്മിയുടെ മുന്നിൽ ബാക്കിയാകുന്നത്. ഇതേ തുടർന്ന് കുതിച്ചെത്തുകയാണ് കൃഷ് വരുണിനെ കാണുന്നതിനായി. വരുണിന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്ന കൃഷ്, എവിടെയാടാ കൺമണിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇതോടെ വരുൺ ആകട്ടെ, നീ എന്തൊക്കെയാണ് പറയുന്നത്? കൺമണിയെ ഞാൻ ഒളിപ്പിച്ചു വെക്കുകയോ? അവളെ ഒളിപ്പിച്ചു വെച്ചിട്ട് എനിക്കെന്ത് ഉപകാരമാണ് ഉണ്ടാവുക?
അത് നീയൊന്ന് പറഞ്ഞതാ. ഇതോടെ എനിക്ക് അതൊന്നും കേൾക്കാനുള്ള സമയമല്ല ഇത്. എനിക്ക് അവൾ എവിടെയാണ് എന്നുള്ള കാര്യം അറിയണം. നീ അവളെ കൊന്നോ? സത്യം പറയടാ. ഇതോടെ വരുൺ, കൊല്ലാനോ? നീ എന്തൊക്കെയാണ് പറയുന്നത്? അവളെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത്. അവളെ കൊല്ലണമെങ്കിൽ എനിക്ക് ഇത്രയും കഷ്ടപ്പാട് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അവളെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പോലും എനിക്ക് അറിയില്ല എന്നതാണ് സത്യം. ഇതോടെ വരുൺ പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കൃഷ് ആകെ തകർന്നു പോയിരിക്കുകയാണ്. എങ്ങനെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും? കൺമണിയെ എങ്ങനെ രക്ഷിക്കും എന്ന ചോദ്യം ബാക്കിയാകുമ്പോഴാണ് ബലരാമന്റെ കോൾ തേടിയെത്തുന്നത് കൃഷിനെ. കൺമണിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അവരുടെ കയ്യിൽ നിന്ന് കൺമണിയെ ഒറ്റയ്ക്ക് രക്ഷിക്കാൻ എനിക്ക് സാധ്യമല്ല. കൃഷിന്റെ സഹായം കൂടി ഈ കാര്യത്തിൽ എനിക്ക് വേണം എന്ന് ബലരാമൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കൺമണിയുടെ രക്ഷയ്ക്കായി കൃഷും അതുപോലെ തന്നെ ബലരാമനും കുതിച്ചെത്തിയിരിക്കുകയാണ്. ഈ കാര്യം ഇതേ തുടർന്ന് കാണാനിടയാകുന്ന ഗുണ്ടകൾ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നുവെങ്കിലും തിരിച്ചടിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വരികയാണ്. ഇതോടെ കൺമണിക്ക് വേണ്ടി ഗുണ്ടകളും ബലരാമനും കൃഷും ഏറ്റുമുട്ടുന്നു. പൊരിഞ്ഞ ഏറ്റുമുട്ടലിനൊടുവിൽ കൺമണിയെ രക്ഷിക്കാൻ സാധിച്ചിരിക്കുകയാണ് കൃഷിനും ബലരാമനും. ഇതോടെ കൃഷും ബലരാമനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു അറുതി വരികയായി. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.